തൃശൂർ എറണാകുളം ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിനോടൊപ്പം ബദൽ പാത കൂടി തകർന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. താൽക്കാലികമായി ഒരുക്കിയ ബദൽ പാതയാണ് തകർന്ന് തരിപ്പണമായത്. കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇടുങ്ങിയ ബദൽ പാതയിലൂടെ എത്താൻ തുടങ്ങിയത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായി. ഗതാഗതക്കുരുക്കും പൊടിശല്യവും കാരണം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രദേശവാസികൾക്കുള്ളത്. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകളോളം അനുഭവിക്കേണ്ടി വരുന്ന ഗതാഗതക്കുരുക്കിനെ മറികടക്കാനാണ് ബദൽപാത സംവിധാനം ഒരുക്കിയത്. എന്നാൽ ബദൽപാത തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. പലയിടങ്ങളിലും മെറ്റൽ നിരത്തി കുഴിയടച്ച അവസ്ഥ. ഇടുങ്ങിയ കുണ്ടും കുഴിയും നിറഞ്ഞ പാതകളിലൂടെ എത്തുന്നതോ വലിയ ആനവണ്ടികൾ. പ്രദേശവാസികളുടെ മതിലുകൾ പലതും ബസ്സും ലോറിയും ഇടിച്ച് തകർന്നു. രൂക്ഷമായ ഗതാഗതക്കുരുക്കും പൊടിശല്യവും പ്രദേശവാസികളെ വലയ്ക്കുകയാണ്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. നമുക്കിതിലെ ഒരു ഹോസ്പിറ്റൽ കേസ് പോകാനായിട്ട് ഇപ്പോഴും റോഡ് കിടക്കുന്നുണ്ട്. ഈ വീടുകളിൽ നിന്നും ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു യാത്രക്കാരെ കൊണ്ടുപോകാനോ ഒന്നിനും സൗകര്യമില്ലാത്ത കണ്ടീഷനായി പോയി എന്നുള്ളതാണ്. ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇവിടെ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാർ തന്നെ. അപ്പോൾ ഇതിന് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് കറക്റ്റല്ല കാര്യങ്ങൾ. ഒരു രാത്രി മിഡ് നൈറ്റ് കഴിഞ്ഞാൽ വലിയ വലിയ ലോറികൾ ഒക്കെ ഇതിലെ കയറി വരുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് ഇടിച്ചാണിത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിസാൻ ടിപ്പറോ അല്ലെങ്കിൽ ഈ ടാറ്റ 400 അതുപോലത്തെ വണ്ടികളല്ല, അതിലും കുറച്ചും കൂടെ സൈസ് കൂടിയ വണ്ടി. അനുവദനീയമല്ലാത്ത വലിയ വാഹനങ്ങൾ ചെറു റോഡിലേക്ക് എത്തുമ്പോൾ ദുരിതമനുഭവിക്കുന്നത് സമീപവാസികളാണ്. ദേശീയപാതയ്ക്ക് സമാനമായി വീടിന് തൊട്ടു മുൻപിലെ റോഡിലും ഗതാഗതക്കുരുക്ക് സഹിക്കാനാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മുരിങ്ങൂരിലെ സർവീസ് റോഡ് 15 അടി താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണത്. സംഭവം ഹൈക്കോടതി വരെ പരാമർശിച്ചിരുന്നു. ജനങ്ങളുടെ യാത്രാ ദുരിതം എന്ന് അവസാനിക്കുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. മുരിങ്ങൂരിലെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് യാത്രാ ദുരിതത്തിന്റെ കഥകളാണ്. പണിതിട്ടും പണിതീരാത്ത നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനം നിരവധി ആളുകളെയാണ് ദുരിതത്തിലാക്കിയത്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഈ റോഡ് പഞ്ചായത്തിൻ്റെ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമുള്ള പർപ്പസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ റോഡാണ്. ഹെവി ലോഡ് വെച്ച് വണ്ടി തകർന്നു പോകണം. ഈ പയ്യൻ്റെ മതിലൊക്കെ 2 പ്രാവശ്യം അവൻ ചെയ്യുക. പയ്യനിടും കാല് കുഴിച്ചിട്ടു തട്ടിയിട്ട് പോവാ. അവർക്ക് അവരിക്കാൻ പറ്റുമോ? സമീപത്തുള്ള ഉപ റോഡുകളെല്ലാം തന്നെ താറുമാറായി കഴിഞ്ഞ 8 മാസം കൊണ്ട്. അതിന് നിർമ്മാണം ഒന്ന് പൂർത്തിയാക്കിയാൽ മാത്രമേ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ റോഡിൽ ഉണ്ടായാൽ പകരം സംവിധാനമായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അടിയന്തരമായിട്ട് ഫണ്ട് അനുവദിക്കണം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി ചെയ്യണം എന്നുള്ളതാണ് ദേശവാസികളുടെ ഞങ്ങളുടെ ആവശ്യം. മറ്റൊന്ന്, ഇതിൻ്റെ അനുബന്ധമായിട്ടുണ്ടായിരുന്ന ബൈ റോഡ്സൊക്കെ നമുക്ക് ഒരു വാഹനത്തിനും കടന്നു പോകാനായിട്ട് കഴിയാത്ത രീതിയിൽ കേടായി കിടക്കുകയാണ്. അപ്പോൾ അത് അവർ ആദ്യം പറഞ്ഞിരുന്നത് ഈ ഏജൻസി തന്നെ നമുക്കത് നന്നാക്കി തരുമെന്നാണ്. പക്ഷേ ഇതുവരെ അതിനാവശ്യമായ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. നിലവിൽ നിർമ്മാണത്തിൽ വളരെയേറെ അപാകതകളുണ്ട്. ഇതായത് സർവീസ് റോഡ് കഴിഞ്ഞ ദിവസം ടാറിങ് മാത്രമാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവർ സൈഡിലെ പ്രൊട്ടക്ഷൻ വാൾ നിർമ്മിക്കുന്ന വാളുകൾ നമുക്കറിയാം. അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഈ സാധനം കുഴിച്ചതും അതുപോലെ തന്നെ മഴ പെയ്തപ്പോൾ ഇടിഞ്ഞ അവസ്ഥയിലും. വഴിയാത്രക്കാർ മാത്രമല്ല, അവിടെ അങ്കമാലി സൈഡിലേക്ക് പോകുന്ന ബസ് കയറാൻ യാത്രക്കാർ കുറേ പേരുണ്ട്. ഈ യാത്രക്കാർക്ക് പോകാൻ ഇവിടെ നിൽക്കാനായിട്ട് കാനയുടെ സൈഡിൽ അല്ലെങ്കിൽ കാനയുടെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് ഇവർ ബസ് കാത്ത് നിൽക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഹരീഷ് നാരായണൻ നൽകും. ഹരീഷ്, ഹൈക്കോടതി വരെ ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു ഈ ദേശീയപാതയുടെ പ്രശ്നം. പക്ഷേ എന്നിട്ടും ഈ ബദൽ സംവിധാനം ഒരുക്കിയത് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ദുരിതമാണ്. ആ റിപ്പോർട്ടിൽ കണ്ടതുമാണ്. എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുക? അത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കും എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കും എല്ലാം പോകുന്ന പ്രധാന പാതകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്താണ് ഈ ബദൽ മാർഗം അല്ലെങ്കിൽ ബദൽ റോഡ് ഉപയോഗിക്കുക. പക്ഷേ ഈ ഒരു ബദൽ റോഡ് അത് താൽക്കാലികമായി മാത്രം ഈ ഒരു ഗതാഗതം നടത്താൻ വേണ്ടി മാത്രം തുറന്നു കൊടുത്തിട്ടുള്ളതാണ്. ചെറിയ റോഡാണ്. ഈ ഒരു റോഡാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഈ കുഴികളിൽ മുഴുവൻ മെറ്റലിട്ട് വലിയ രീതിയിൽ അത് യാത്രാ യോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. മാത്രമല്ല ഈ ഒരു റോഡിന് സമീപം താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ വലിയ പരാതിയാണ് പറയുന്നത്. പൊടിശല്യം, അതോടൊപ്പം തന്നെ വലിയ ഗതാഗത കുരുക്ക്. ഈ പറഞ്ഞതിലും വലിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അനുവദിച്ചതിലും വലിയ വലിപ്പമുള്ള വാഹനങ്ങൾ കയറി വരികയും KSRTC ബസ്സുകളടക്കം ഈ ഒരു വഴി വരികയും ആ ഒരു വഴിയിൽ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. പ്രദേശത്ത് വീട്ടുകാരുടെ മതിലുകൾ വരെ വാഹനങ്ങൾ മുട്ടി തകർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശവാസികൾക്ക് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ്
ഈ മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നു വീണത്. ഇതും വലിയ ഒരു പരാതിയായി ഈ ഒരു പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ഇത്രയും പുതിയ റോഡ് എങ്ങനെയാണ് വശം ഇടിഞ്ഞ് ഏകദേശം 15 അടിയോളം താഴ്ചയിലേക്ക് പോയത് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണ്. കോടതി വിധി അത് അനുകൂലമായി തന്നെ വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ പ്രദേശവാസികളും ഇരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഈ ഒരു അടിപ്പാത നിർമ്മാണം മൂലം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ബദൽ റോഡ് സംവിധാനം അത് കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. അത് കൃത്യമായ രീതിയിൽ തന്നെ വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ അനുവദനീയമായ വാഹനങ്ങൾ മാത്രമേ ആ ഒരു റോഡിലേക്ക് കടത്തിവിടാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത്. ഹരീഷ് പറഞ്ഞതുപോലെ നടപടികൾ എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്.